ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ പറയുന്നത്, അപായപ്പെടുത്താൻ വേണ്ടി ഒരാൾ വരികയാണ്, കുഴിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി ഒരാൾ വരികയാണ്. അതേ പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ അവിടുന്നതാ കൈപിടിക്കുന്നതാരാണ്? ഇന്ന് മടവൂര് മറവിട്ട് കിടക്കുന്ന മടവൂരിന്റെ രാജകുമാരനല്ലേ. കുല്ല ഇഫ്രീതിൻ വശൈത്വാനിൻ വജിന്നിൻ മരീദി അദ്ഹിബൻ വനജ്ജിനാ യാ ഖുത്ബനാ മടവൂർ വലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അൻത ഉസ്താദുൽ ലനാ അം ശൈഖുനാ ഫാമലനാ മിൻഹുമാ ഹസ്ബുക റുശ്ദി മിൻക യാ മടവൂർ വലി. യാ ശൈഖനാ മടവൂർ വലി, യാ ശൈഖനാ മടവൂർ വലി. സുബ്ഹാനല്ലാഹ്. സുൽത്താനുൽ ഉലമ പറയുകയാണ്, അവിടുത്തെ നാവിൽ നിന്ന് എന്തോ ഒരു സാധനം പുറത്തേക്കിട്ട് കളയുകയാണ്, അതോടെ പനി സുഖപ്പെടുകയാണ്. ഇതാണ് ഖുത്ബുൽ ആലമും സുൽത്താനുൽ ഉലമയുമായിട്ടുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലോ അവിടുന്ന് താങ്ങും തണലുമാണ്. ആ മഹാനായ സുൽത്താനുൽ ഉലമ സിയം വലിയുല്ലാഹി തങ്ങളെ കുറിച്ച് പറയുന്നത്, ഒരു ദിവസം അതാ അവിടത്തെ കാണാൻ പോയപ്പോൾ മഹാനവറുകൾ രാത്രി അവിടുന്ന് സുന്നത്ത് നിസ്കാരം തുടങ്ങിയിട്ട് പുലരുവോളം സുന്നത്ത് നിസ്കാരം തന്നെ. മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വഅർജുലാ. നിങ്ങൾ അറിയുമോ സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്നറിയുമോ? ഒരു വലിയവാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയുമോ? മഹാന്മാർ ആദ്യമായി ഇവിടുന്ന് പറയുന്നത്, മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വഅർജുലാ. സുന്നത്തുകൾ വർദ്ധിപ്പിക്കലാണ്, ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈ അല്ലാഹുവിന്റെ ശക്തിയായി മാറുകയാണ്. ഖുദ്സിയായ ഹദീസിലൂടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്ത മനുഷ്യന്റെ കൈ ഞാനാകുമെന്ന് പറഞ്ഞില്ലേ, കാല് ഞാനാകുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയുള്ളവർ ഒരു വിഷയം ചോദിച്ചാൽ ഞാനത് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. തടയാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ തടയുമെന്ന് അതേ ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറഞ്ഞ വിഷയം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയുമോ? സുന്നത്ത് വർദ്ധിപ്പിക്കലാണ്. നിങ്ങൾ അറിയുമോ, മഹാനായ ജഅഫറുൽ ബർസഞ്ചി എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, മറ്റൊന്ന് അവിടുന്ന് വിലായത്തിന്റെ മർത്തബയിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്നറിയുമോ? ബദരീങ്ങളുടെ പേരുകൾ ധാരാളം പറയുകയാണ്, ധാരാളം ബദരീങ്ങളെ കുറിച്ച് പറയലാണ്. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളുടെ നാമം ധാരാളം പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാൻ, വിലായത്തിന്റെ വഴിയിലേക്ക് അവിടുന്ന് പ്രവേശിക്കാൻ നല്ലൊരു വഴിയാണെന്നാണ് ജഅഫറുൽ ബർസഞ്ചി എന്ന് പറയുന്ന മഹാൻ അവിടുന്ന് പറയുന്നത്. മൂന്നാമത് മറ്റൊരു മാർഗം മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നത്, യാ വലിയു എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, അത് ധാരാളം ചൊല്ലണമെന്നാണ് പറയുന്നത്. യാ വലിയു യാ അല്ലാഹ്, അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയിലെ യാ വലിയു യാ അല്ലാഹ്, യാ വലിയു
യാ അല്ലാഹ്. മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട കറൂബീങ്ങളായ മലക്കുകളുണ്ട്, ഒരു വിഭാഗമുണ്ട്. ആ മലക്കുകളുടെ ദിക്റാണ്, ആ മലക്കുകൾ ധാരാളം ചൊല്ലുന്ന ഇസ്മാണ് യാ വലിയു യാ അല്ലാഹ്. മഹാന്മാര് പറയാണ് വമൻ ദാവമ അലാ ദിക്രിഹി മുതഹഖിഖൻ ബിമഅനാഹു അല്ലദീ. പ്രിയപ്പെട്ടവരെ, യാ വലിയു യാ അല്ലാഹ് എന്ന് പറയുന്ന ആ ദിക്ർ, അത് നല്ല അതിന്റെ മഅനകളൊക്കെ ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായി ദായിമായി ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സബത ഇൻദല്ലാഹി മഖാമിൽ വിലായത്തിൽ ഉലമാ. അവനതാ അത് അല്ലാഹുവിന്റെ അടുക്കൽ വിലായത്തിന്റെ മഖാമിലേക്ക് അവിടെ നിന്ന് സ്ഥിരപ്പെടുമെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നത്. ഇങ്ങനെ ധാരാളം വഴികളുണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ധാരാളം വഴികളുണ്ട്. അല്ലാഹു നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തിനാ നമ്മൾ ദിക്ർ ചൊല്ലുന്നത്? എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എന്തിനാ നമ്മൾ നന്മകൾ ചെയ്യുന്നത്? അല്ലാഹു ഇഷ്ടപ്പെടാനാണ് റബ്ബേ, അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റൊരു ലക്ഷ്യം കൊണ്ട് ഒരു രക്ഷയും ഇല്ല. ഈ വഅദ് കേൾക്കുന്ന നമ്മൾ പറയുന്ന പാവപ്പെട്ട വിനീതനും കേൾക്കുന്നവരും നമ്മുടെയൊക്കെ മനസ്സിലെന്താ ഉള്ളത്? അല്ലാഹു ഇഷ്ടപ്പെടണം, അല്ലാഹു തൃപ്തിപ്പെടണം. ലോകത്ത് മറ്റൊരാളും ഇഷ്ടപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. അല്ലാഹു ഇഷ്ടപ്പെടാതെ ലോകത്ത് ആര് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ ഇഷ്ടത്തോടെ ലോകർ ഇഷ്ടപ്പെടണം. അവിടെയാണ് നമ്മുടെ വിജയം.